എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കാണാണ്ട് പോകുന്ന ഒരു ഗുഹയാണ് ടിപ്പു സുൽത്താൻ്റെ ഗുഹ. പണ്ട് കാലത്ത് ടിപ്പു സുൽത്താൻ ഒളിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ഗുഹയാണ്. അപ്പോൾ ഇതൊരു ഫോറസ്റ്റാണ്. ഫോറസ്റ്റിനോട് ചേർന്ന് തന്നെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ആ എസ്റ്റേറ്റിലാണ് ഈ ഒരു ഗുഹയുള്ളത്. പക്ഷെ വളരെയധികം റിസ്ക് ആണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. കാരണം വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എല്ലാ സ്ഥലത്തും വന്യമൃഗങ്ങളുടെ ശല്യമാണ്. കരടിയായിട്ടും കടുകയായിട്ടും ആനയായിട്ടും എല്ലാ സ്ഥലത്തും വന്യമൃഗങ്ങളുടെ ശല്യമാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ എന്നും പോകുന്നതല്ല, കുറച്ച് റിസ്ക് യാത്രയാണ്. അപ്പോൾ നമുക്കിന്ന് ആ ഗുഹ കാണാൻ പറ്റില്ലോ എന്ന് പോലും നമുക്കൊരു ഉറപ്പില്ല. പക്ഷെ നമുക്ക് ചെന്ന് നോക്കാം അങ്ങോട്ടേക്ക്. ഇവിടുന്ന് ഫുള്ള് പട്ടിയൊക്കെ കേൾക്കുന്നുണ്ട്. പട്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും പോയി നോക്കാം കുറച്ച് ദൂരത്തേക്ക്. ഇതൊരു പാറക്കൂട്ടാണ്. ഇവിടെ മൊത്തം ഒരുപാട് പാറകളുണ്ട്. ഈ കാണുന്നൊരു പാറ ഉണ്ടോ? അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ആ പറഞ്ഞ ആ ഒരു ഗുഹയുള്ളത് കേട്ടോ. ഈ പാറേൻ്റെ ഉള്ളിലാണ് ആ ഒരു ഗുഹയുള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങോട്ടൊന്ന് നോക്കി നോക്കാം. ചെറിയ സ്റ്റെപ്പൊക്കെ ഉണ്ട് ഇവിടെ കയറാനുള്ള. ഇവിടെ നമുക്ക് സ്റ്റെയർ കാണാവേ. ആ സ്റ്റെയർ പാറയുടെ മുകളിലേക്ക് കയറുന്ന സ്റ്റെയർ ആണ്. ഇതൊരു നാച്ചുറൽ പാറയാണ്. ആ പാറ ചെത്തി മിനുക്കി സ്റ്റെയർ ആക്കി എടുത്തതാണ്. നമുക്കിന് മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം. മുകളിലേക്ക് കയറുമ്പോൾ സൈഡിലായിട്ട് കുറച്ച് സ്റ്റെയർ ഒക്കെ കാണാം കേട്ടോ. നമ്മുടെ സൈഡിലായിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഈ സ്റ്റെയർ ആണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇതിന്റെ താഴെ ഒരു അണ്ടർഗ്രൗണ്ട് ഉള്ളതായിട്ട്, ഒരു ഗുഹയുള്ളതായിട്ട് നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അങ്ങനെയാണ് ഈ ഒരു പാറ ഇരിക്കുന്നത് കേട്ടോ. അതൊരു വന്ന് കണ്ടാലോ നമുക്ക് മനസ്സിലാവുള്ളൂ. സൈഡിൽ നിന്ന് എവിടെ നോക്കിയാലും നമുക്ക് മനസ്സിലാവില്ല. പാറേന്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ടേ. അപ്പോൾ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഫ്രണ്ടിലേക്ക് എത്താം കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് ഒരു ഗുഹ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അതിന്റെ ഫ്രണ്ടിലേക്ക് എന്നാൽ ചെന്ന് നോക്കാം. ചെറുതായിട്ട് ഒരു ഗുഹന്റെ ഒരു അന്തരീക്ഷമൊക്കെ തോന്നുന്നുണ്ട്. എന്താണെങ്കിലും നമുക്കൊന്ന് ചെന്ന് നോക്കാം അതിന്റെ ഫ്രണ്ടിലേക്ക്. ഇനി ഇതൊരു എസ്റ്റേറ്റ് ആണ്. എസ്റ്റേറ്റിനുള്ളിലുള്ള ഒരു ഗുഹയാണത്. അപ്പോൾ ഈ ഗുഹ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടിപ്പു സുൽത്താന്റെ ഗുഹ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി. ഇത് ഫുള്ളൊരു എസ്റ്റേറ്റ് ആണ്. ഫുള്ള് കുറേ പാറകളൊക്കെ ആയിട്ടുള്ള എസ്റ്റേറ്റ് ആണ്. അപ്പോൾ അതിന്റെ ഉള്ളിലാണ് ഈ ഒരു ഗുഹയുള്ളത് കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കിവിടെ തന്നെ ചെറിയ രണ്ട് താഴേക്ക് കേട്ടോ. ഇത് ശരിക്കും ഭൂമിന്റെ താഴേക്കുന്ന പോലെയാണ് ഈ ഒരു ഗുഹയുള്ളത് കേട്ടോ. ഇതുണ്ടോ, കഷ്ടിച്ച് ഒരാൾക്ക് നിൽക്കാം. ആ ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഒരാൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടോ. ചെറുതായിട്ട് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ തീപ്പെട്ടിയൊക്കെ ഉണ്ട്. തീപ്പെട്ടിയും അതുപോലെ തന്നെ ബിയറും കുപ്പിയൊക്കെ ഉണ്ട്. സാമൂഹ്യ തരാൻ തോന്നും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ജനൽക്കമ്പികളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ കമ്പിയൊക്കെ പിന്നീട് അവർ ഉണ്ടാക്കിയാൻ തോന്നുന്നു. അപ്പൊ ഇതൊന്നും ആദ്യകാലങ്ങളിൽ ഉണ്ടായിക്കാണാൻ വഴിയില്ല. ഇതൊക്കെ പിന്നീട് മിക്കവാറും ചെയ്തായിരിക്കും. പക്ഷെ ഇതൊരു പാറയാണ്. ഇതൊരു പാറേന്റെ ഉള്ളിലാണ് ഈ ഒരു സെറ്റപ്പിലുള്ളത് കേട്ടോ. ഇതാണ് ഇതിന്റെ ഒരു ഉൾഭാഗം എന്ന് പറയുന്നത്. സുഖമായിട്ട് ഇതിന്റെ ഉള്ളിൽ ഒരാൾക്ക് താമസിക്കാം. അതുപോലെ തന്നെ ഇവിടെ വേറൊരു സംഭവം ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലായിട്ട് വേറെ ചെറിയൊരു റൂമുണ്ട് കേട്ടോ. ഇതും ഇവിടെ ഈ ജനലിന് കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ കമ്പിയൊക്കെ എനിക്കൊന്ന് പിന്നീട് ആൾക്കാർ ചെയ്തെന്ന് തോന്നുന്നു. ഗുഹ നേരത്തെ ഉണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഇതാണ് ഇതിന്റെ ഒരു ഇത് വലിയൊരു പാറയാണ്. പാറേന്റെ ഉള്ളിലാണ് ഒരു സംഭവം ഉള്ളത്. ഇതിന്റെ താഴേക്ക് ഫുള്ള് മണ്ണാട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ ഫുള്ള് മണ്ണാണ്. നമുക്ക് ഈ മണ്ണൊക്കെ ഒന്ന് മാറ്റി നോക്കി നോക്കാം. ഈ പണ്ട് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റൊക്കെ ചെയ്യുന്ന പോലെ നമുക്കൊന്ന് കുഴിച്ചൊക്കെ നോക്കി നോക്കാം ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടോ. താഴേക്ക് കോൺക്രീറ്റ് ഒന്നും ഇല്ല കേട്ടോ. താഴേക്ക് കോൺക്രീറ്റ് ഒന്നും കാണുന്നില്ല. ഇത് ഫുൾ മണ്ണ് തന്നെയാണ്. പക്ഷെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡ് ഭാഗമാണ് കോൺക്രീറ്റ് ഉള്ളതാണ്. ഇവിടെ ഇത് കെട്ടിയേക്കണ കോൺക്രീറ്റ് ആണ്. ഇത് പിന്നീട് വന്നതാണ്. പക്ഷെ ഇതെല്ലാം ആദ്യം തന്നെ ഉള്ളതാണ് കേട്ടോ. ഓക്കെ, ഇവിടെ ചില സിമെന്റ് കൊണ്ട് കെട്ടിയ ഒരു പാടൊക്കെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ രണ്ടാമത് മിക്കവാറും ചെയ്തായിരിക്കും. പക്ഷെ എന്നിരുന്നാലും എന്താ പറയുക, സുഖമായിട്ട് ഒരാൾക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം. ഇതിന്റെയൊക്കെ ഉള്ളിൽ വന്നിരുന്ന് പെട്ടാൽ തന്നെ ഒരാൾ ഉണ്ടെന്ന് പോലും അറിയില്ല. അങ്ങനെ ഇതിന്റെ ഉള്ളിൽ സുഖമായിട്ട് ഒരു വ്യക്തിക്ക് ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഇരിക്കാനൊക്കെ ഒരു സൗകര്യം ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഇങ്ങനെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. എനിക്കൊന്ന് പണ്ട് ടിപ്പു സുൽത്താനെ ചിലപ്പോൾ ഒളിച്ചിരുന്ന സ്ഥലം എന്നൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പൊ ചിലപ്പോൾ ആ ഒരു സ്ഥലമാക്കിയായിരിക്കും ഈ ഒരു സ്ഥലം. ഇത് പേടിച്ചാണ് നിൽക്കുന്നത്. കാരണം എന്തെങ്കിലും ഒരു വന്യമൃഗം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യണമെന്നറിയില്ല. വയനാട്ടിൽ ഇപ്പോൾ ഫുള്ള് വന്യമൃഗമാണല്ലോ. കടുവയായിട്ടും കരടിയായിട്ടും കാട്ടുപോത്തായിട്ടും എല്ലാ സ്ഥലത്തും വന്യമൃഗമാണ്. പക്ഷെ ഈ ഒരു സ്ഥലത്തൊക്കെ ഒരു വന്യമൃഗം വന്ന് വെട്ടി കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് വന്യമൃഗത്തെ കാണാൻ പറ്റില്ല. ഇവിടെ വരുന്ന ആൾക്കാരെയും കാണാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങോട്ട് വരണമെങ്കിൽ ഇവിടെ സ്പെഷ്യൽ പെർമിഷൻ എടുക്കണം. പെർമിഷൻ എടുത്താൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് ആൾക്കാർക്ക് കടന്നു വരാൻ പറ്റുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഫുൾ സാമൂഹ്യത ഫുള്ള് കുറെ കുപ്പികളൊക്കെ ഉണ്ട്. കുറച്ച് കുപ്പിയൊക്കെ എൻ്റെ സൈഡിലേക്ക് എടുക്കുന്നൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഒരു സെറ്റപ്പ് ആട്ടോ. എന്താ പറയുക, ഇങ്ങനത്തെ ഒരു സെറ്റപ്പ്, ഒരു ഗുഹയാണ്. ഒരു പാറേന്റെ ഉള്ളിലാണ് ഈ ഒരു ഫുള്ള് സെറ്റപ്പ് ആക്കി വെച്ചേക്കാം. എന്തായാലും അടിപൊളിയാണ് ഈ സംഭവം. ഈ ഒരു സ്ഥലത്ത് ടിപ്പു സുൽത്താൻ വന്ന് താമസിച്ചതിന് ഔദ്യോഗിക രേഖകളൊന്നുമില്ല. എന്നിരുന്നാലും ടിപ്പു സന്യാസിമാരും ഇവിടെ വന്ന് താമസിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇതെല്ലാം ഇവിടുന്ന് വാമൊഴിയായി കേൾക്കുന്ന കഥകളാണ്. ഇനിയും ഇതുപോലെ അറിയപ്പെടാത്ത മറ്റൊരു സ്ഥലത്തിന്റെ വീഡിയോയും വരാം. നമ്മുടെ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ബട്ടൺ അമർത്താൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.